എങ്ങോട്ടാ ഈ പോക്ക്? വെട്ടിയിട്ട വായ പോലെയെന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഒരു വായ ഇവിടെ വെട്ടിയിട്ടിക്കണേ. അപ്പോൾ നമ്മൾ വായക്കൊലൊന്നും ഇപ്പം നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു അടിപൊളി മരുന്നുണ്ട്. അപ്പോൾ നമ്മളെ രോഗത്തിനുള്ള മരുന്നുകൾ നമ്മളെ ചുറ്റുവട്ടം ഉണ്ടാവും. പക്ഷേ നമുക്കതൊന്നും പറ്റൂല. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് വാങ്ങണം. അപ്പോൾ അതാ ഇതിൻ്റെ അടിഭാഗമൊക്കെ വെട്ടി അതിൻ്റെ ഉള്ളൊന്ന് തുരന്ന് ഒന്ന് ഓട്ടാക്കി വെക്കണം കേട്ടോ. ചിലവർക്ക് ഈ മരുന്ന് അറിയിക്കാരോ, ചിലവർക്ക് അറിയില്ല. അപ്പോൾ അതിങ്ങനെ തുരന്ന് വെക്കുക. തുരന്ന് വെച്ചുകാണ്ട് അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ മേലെ ഒരു ബക്കറ്റ് കൊണ്ടൊക്കെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഒന്ന് ഓട്ടാക്കിങ്ങാണ്ട് ഒന്നൊരു മട പോലെ ആക്കിങ്ങാണ്ട് അപ്പോൾ കഴിയുന്നിടത്തോളം ഇങ്ങനെ മടാക്കി വെക്കട്ടെ. ഇപ്പോൾ തന്നെ ഇന്ന് വെള്ളം ഇങ്ങനെ പൊന്തുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു ബക്കറ്റ് കൊണ്ട് ഒന്ന് കമീത്തി നല്ല ടൈറ്റാക്കി മൂടി വെക്കണം. അപ്പോൾ ഇത് വേനൽക്കാലത്താണെങ്കിലും പറ്റൂട്ടോ. വേനൽക്കാലത്തൊക്കെ ഞാനിങ്ങനെ ഒരു വായ തിരഞ്ഞ് നടന്നിക്കണം. പക്ഷേ വായ എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴാട്ടോ വായ കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ അതിരാവിലെ വരും. അപ്പോൾ പിറ്റേന്ന് അതിരാവിലെ വെളിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. 6:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മരുന്ന് എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇരുട്ടുകൊണ്ട് ക്യാമറ ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബക്കറ്റൊക്കെ തുറന്നുകാണ്ട് ആ മരുന്ന് അതിൽ നിന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ. അതിലിങ്ങനെ വെള്ളം പൊന്തി വരും. ആ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ഇത് വേനൽക്കാലമാണെങ്കിലും ഈ വെള്ളം കിട്ടും കേട്ടോ. ഇത് അതിഗംഭീരമായൊരു മരുന്നാണ്. അപ്പോൾ ഇതെന്തിനാണെന്നറിയോ? മൂത്രക്കല്ല്, മൂത്രാശയ രോഗങ്ങൾ, പിന്നെ അങ്ങനത്തെ എല്ലാ രോഗത്തിനും, മൂത്ര സംബന്ധമായ എല്ലാ രോഗത്തിനും പറ്റും. മൂത്രക്കല്ലൊക്കെ മരുന്നൊന്നും കുടിക്കാതെ തന്നെ പോയി കിട്ടും കേട്ടോ. ഇത് അതിരാവിലെ 3 ദിവസം കഴിക്കണം. എന്നാൽ അങ്ങനത്തെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരാൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.